ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മെക്നോഡ്. ഇപ്പോൾ നമ്മളിന്ന് നമ്മുടെ കിറ്റിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ഇന്ന് പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ആദ്യം ഒരു ബട്ടൺ വെച്ചിട്ട് LED ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ LED കത്തുക, അതേപോലെ സെൻസർ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ LED കത്തുക. അതൊക്കെ ഞാൻ പറഞ്ഞുതരാൻ പോണത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഈ കിറ്റിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മളിന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് വെക്കുമ്പോഴാണ്. ഓക്കെ, ഇപ്പോൾ ലാപ്ടോപ്പ് ഇവിടെ സെറ്റാണ്, നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇതാ ഞാൻ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മൊബൈൽ വഴി പ്രോഗ്രാം ചെയ്യണവരാണെങ്കിൽ ഇതാ ഈ ഒരു OTG ഒരു സാധനം ഉണ്ടല്ലോ, ഈ സാധനം യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഈ സാധനം ഒന്ന് കണക്ട് ചെയ്യുക, ഫോണിൽ കണക്ട് ചെയ്യുക, ഫോണിൽ പോവുക, USB ഡീബഗ്ഗിങ് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഓൺ ആക്കുക. ഇത്ര മതി. ഓക്കെ, ഇത്ര ചെയ്താൽ മതി. ഞാൻ അപ്പോൾ തൽക്കാലം ഈ OTG അയച്ചു വെച്ചു, എന്നിട്ട് സാധനം ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചു, ഒക്കെ അയച്ചു. ഓക്കെ, ഞാൻ അയച്ചു വെച്ചു. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെഡ് ബോർഡ്. ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ടിങ്കർ കാർഡിൽ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ബ്രെഡ് ബോർഡിൽ ഇങ്ങനെ പിന്നുകളും കാര്യങ്ങളും ഞാൻ ഒന്നും കൂടിയും കയ്യിൽ വെച്ച് പരിചയപ്പെടുത്തി തരാം. അന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് അറിയില്ല. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ലൈൻ ഉണ്ടോ, ഇതൊരൊറ്റ ലൈനാണ്. ഇവിടെ രണ്ട് സാധനങ്ങളുണ്ട്, രണ്ട് പിന്നാണുള്ളത്, രണ്ട് ലൈന്, 1 2. ഓക്കെ, അയ്യോ, ഇതൊരു ലൈന്, ഇതൊരു ലൈന്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി നിങ്ങൾക്ക്. അതേപോലെ തന്നെയാണ് ഇതും ഇതൊക്കെ ഇങ്ങനെ അയച്ചാൽ കിട്ടുട്ടോ. ഇതെനിക്ക് വേണമെങ്കിൽ വേറെ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇതും ഈ കഴിച്ചാൽ കിട്ടും. ഓക്കെ, ഇത് കഴിച്ചാൽ കിട്ടും. പിന്നെ ഇനി ഈ ഭാഗം ഇവിടെയാണ് നമ്മൾ അധികം കണക്ഷൻസ് കൊടുക്കുക. ഓക്കെ, കണക്ഷൻസ് കൊടുക്കുമ്പോൾ ഇതൊരൊറ്റ ലൈൻ, ഇതൊരു ലൈന്, ഇങ്ങനെ കുറേ ലൈനുകൾ. ഓക്കെ, ഇവിടെ ലൈൻ, ഇവിടെ ഫുൾ ഇങ്ങനെ ലൈനാണ്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു വെട്ട് വരുന്നുണ്ട്, കട്ടിങ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടുന്ന് ഇപ്പുറത്ത് കണക്ഷൻ പോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ആദ്യം ഒരു കണക്ഷൻ ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ LED ഇങ്ങനെ കുത്തി. ഓക്കെ, LED അങ്ങനെ കുത്തി, പക്ഷെ ഇതിങ്ങനെ വർക്കാവില്ല. കാരണം എന്താ അറിയോ, ഞാൻ പറഞ്ഞു തന്ന പോലെ ഇതൊരൊറ്റ കണക്ഷൻ അല്ലേ. ഒരൊറ്റ കണക്ഷനിൽ നെഗറ്റീവും പോസിറ്റീവും കൊടുത്താൽ വർക്കാവോ? നിങ്ങൾ പറയും, വർക്കാവില്ല. അതുകൊണ്ട് ഞാൻ ഈ LED എടുത്തു. LED പരിചയപ്പെടുത്തി തരാം. ഈ ലെഗ് കണ്ടോ, വലിയ ലെഗാണ് പോസിറ്റീവ്, ഈ ചെറിയ ലെഗാണ് നെഗറ്റീവ്. ഓക്കെ, അതേപോലെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നോക്കി, ഞാൻ ഇപ്പോൾ 2 കാലം വെട്ടി സെയിം ആക്കി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കി എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് ഞാൻ അതാ കാണിച്ചു തരുന്നു. ഫോക്കസ് ഇതാ, അതിൻ്റെ ഉള്ളിൽ ചെറിയ പോർഷനും വലിയ പോർഷനും കണ്ടോ. ആ വലിയ പോർഷനാണ് നെഗറ്റീവ്, ചെറിയ പോർഷനാണ് പോസിറ്റീവ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ചെറിയ പോർഷൻ ഇവിടെ, ഇതാ വലിയ ലെഗ്, വലിയ പോർഷൻ ഇവിടെ, ഇതാ ചെറിയ ലെഗ് നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഞാനില്ലേ ഇത് രണ്ട് കണക്ഷന് കൊടുത്തു. ഓക്കെ, 2 കണക്ഷന് കൊടുത്തു ഞാൻ, ഒന്ന് ഇവിടെയും ഒന്ന് ഇപ്പുറത്തെ ലൈനിലും കൊടുത്തു. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു കട്ടിങ് ഉള്ളതുകൊണ്ട് ഇപ്പുറത്തെ കണക്ഷൻ ബന്ധിക്കൂല. അപ്പോൾ അത് അത്രയും കറക്റ്റായി. ഓക്കെ, ഇനി ഞാൻ ആർഡിനോ എടുത്തു. ഞാൻ കുറച്ച് ജമ്പേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ജമ്പർ കേബിളിൻ്റെ 2 അറ്റം, ഒന്ന് പോസിറ്റീവ് ഒന്ന് മെയില് ഫീമെയിൽ. ഇതാണ് മെയിൽ പോർട്ട്, ഇതാണ് ഫീമെയിൽ പോർട്ട്. ഓക്കെ, ഇത് മെയിൽ ടു ഫീമെയിൽ ജമ്പറാണ്, ഇത് ഫീമെയിൽ ടു ഫീമെയിൽ ജമ്പറാണ്. ഇനി 2 അറ്റം ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് മെയിൽ ടു മെയിൽ ജമ്പറാണ്. ഓക്കെ, 2 അറ്റം ഇങ്ങനെ മെയിൽ ടു മെയിൽ. ഇനി 2 അറ്റം ഇതേപോലെയാണെങ്കിൽ, 2 അറ്റം ഇതേപോലെയാണെങ്കിൽ ഫീമെയിൽ ടു ഫീമെയിൽ. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഈ ആർഡിനോ ഈ LED കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫോക്കസ്. അപ്പോൾ ഞാൻ ആദ്യം ആർഡിനോൻ്റെ നെഗറ്റീവ് ഉണ്ടോ, ഈ നെഗറ്റീവ് ഇത് കണക്ട് ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാ ഒരൊറ്റ ലൈനാണിത്, ഒരൊറ്റ ലൈന് കണ്ടോ. ഞാൻ ആ ഒരു ലൈനിലാണ് ഈ ആർഡിനോൻ്റെ ജമ്പർ കുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ നെഗറ്റീവിലാണ് ഇപ്പോൾ കറൻ്റ്ലി ജമ്പർ കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ നെഗറ്റീവ് നമ്മുടെ ആർഡിനോൻ്റെ ഗ്രൗണ്ടിലേക്ക് കൊടുത്തു. ഓക്കെ, കണ്ടോ, ആർഡിനോൻ്റെ ഗ്രൗണ്ടിലേക്കാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്, ആർഡിനോ ഗ്രൗണ്ട്. ഓക്കെ, ഇനി ഞാൻ റെസിസ്റ്റർ എടുത്തു,
220 ഓംസിൻ്റെ റെസിസ്റ്റർ അല്ല ഇത് 1K ഓംസ് ആണ്. നിങ്ങൾ 220 ഓംസ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ആർഡിനോൻ്റെ പോസിറ്റീവ് ലെഗ് എടുത്തിട്ട് വേറൊരു ലൈനിൽ കൊടുത്തു. ഓക്കെ, വേറൊരു ലൈനിൽ കൊടുത്തു. അങ്ങനെ കൊടുത്ത എന്തിനാണ് നിങ്ങൾക്ക് സംശയം വന്നിട്ടുണ്ടാവും. ഇനി ഈ റെസിസ്റ്റർ ആ സീരീസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇനി റെസിസ്റ്ററിൻ്റെ അപ്പുറത്തെ ലെഗ് നമ്മൾ ഒരു ലെഗ് LED കുത്തി. ഓക്കെ, ഇനി ഈ ലെഗ് എടുത്തിട്ട് ആർഡിനിൻ്റെ 13ാമത്തെ പിന്നിലാണ് കുത്താൻ പോവാണ്. കാരണം ഞാൻ കോഡിൽ 13ാമത്തെ ലൈനാണ് 13ാമത്തെ പിന്നിലാണ് കോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ആർഡിനോൻ്റെ 13ാം പിന്നിൽ ഞാൻ കണക്ട് ചെയ്തു. ഓക്കെ, ആർഡിനോൻ്റെ 13ാമത്തെ പിന്നിൽ ഞാൻ കണക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇവിടെ ഫസ്റ്റത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കോഡിങ്ങിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡിങ് ഇവിടെ റെഡിയാണ്. നമ്മൾ കോഡും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാമ്പിളിൽ നിന്ന് എടുക്കുകയും ചെയ്തിരിക്കണം. ഓക്കെ, ഇതിലുള്ള എക്സാമ്പിൾസ് നമ്മുടെ ആർഡിനോ ഐഡിയയിൽ തന്നെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു സെൻസർ അല്ലെങ്കിൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ നോക്കിയാൽ കിട്ടും. ഓക്കെ, ഞാൻ ആദ്യം മുതൽ കോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വോയിഡ് സെറ്റപ്പിൽ പിൻ മോഡ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. പിൻ മോഡ് LED ബിൽറ്റിൻ എന്ന് പറഞ്ഞാൽ ആർഡിനോയിലുള്ള പിന്നെ ഈ ആർഡിനോയിൽ ഒരു LED ഉണ്ട്. പറഞ്ഞിട്ട് അതിന് എന്ന് എഴുതിയിട്ടുണ്ടാവും ആ LED. ഓക്കെ, LEDൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഇട്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ LED എപ്പോഴും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അത് നിങ്ങൾ വിടാ, അത് നോക്കേണ്ട ആവശ്യമില്ല. ആ പിന്നും 13ാമത്തെ പിന്നും ഏകദേശം ഒരു ലെവലാണ്. ഓക്കെ, അത് അപ്പോൾ LED ബിൽറ്റ് എന്നുള്ളത് ഇപ്പോൾ കോഡ് പ്രോഗ്രാമിൽ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സംശയം ഇല്ലാതിരിക്കാൻ ഞാൻ LED ബിൽറ്റ് മാറ്റിയിട്ട് 13 ഓക്കെ, 13. ഓക്കെ, 13. പിന്നെ ഇവിടെ LED ബിൽറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് 13 അയ്യോ 13. ഇതും മാറ്റിയിട്ട് 13 കംപ്ലീറ്റ്. ഇപ്പോൾ 13 എന്നുള്ളൊരു പിന്നാണ്. ഓക്കെ, LED പിൻ മോഡ് 13 ഔട്ട്പുട്ട്. LED ഒരു ഔട്ട്പുട്ടാണ്. ഓക്കെ, അപ്പോൾ പിൻ മോഡ് ഔട്ട്പുട്ട്. ഇനി വോയിഡ് ലൂപ്പ് ഡിജിറ്റൽ റൈറ്റ് 13 ഹൈ. ഓക്കെ, 13ാമത്തെ പിന്നെ ഡിജിറ്റൽ റൈറ്റ് ഹൈ സെറ്റ്. ഓക്കെ, അതേപോലെ ഡിലേ 1000 മില്ലി സെക്കൻഡ്. ഓക്കെ, ഒരു സെക്കൻഡ് ഡിജിറ്റൽ റൈറ്റ് 13 ആദ്യം ഹൈ ആവും, പിന്നെ ഒരു 1000 മില്ലി സെക്കൻഡ് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെ ലോ ആവും. ആദ്യം ഓൺ ആയിട്ട് പിന്നെ ഓഫ് ആവും, പിന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ ഹൈ ആവും. ഓക്കെ, അതാണ് ഈ ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഓടി ഒരു വട്ടം ചുറ്റിയിട്ട് ഇവിടെ തന്നെ വന്നെത്തി. ഓക്കെ, സിമ്പിൾ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഈ ആർഡിനോ എടുത്തൊന്ന് കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ ആർഡിനോ എടുത്തിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ ആർഡിനോൻ്റെ കേബിൾ എടുത്തു, ആദ്യം ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ, ആദ്യം ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് ഈ USB പോർട്ട് എടുത്ത് ആർഡിനോയിലേക്കും കണക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ആർഡിനോ LED കത്തി നമുക്ക് കാണാൻ പറ്റും. ഇത് ഓണ്. ഇവിടെ 13ാമത്തെ പിന്നെ. ഓക്കെ, 13ാമത്തെ ഞാൻ പറഞ്ഞു നിങ്ങളോട് L എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ഉണ്ടാവുന്നത്, അതാണ് ഈ 13ാമത്തെ. എന്നിട്ട് ആ TX RX നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, അത് നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ, ഇനി ഞാൻ അവിടെ ഈ ആർഡിനോൻ്റെ ആർഡിനോയിൽ ഈ സെലക്ട് ബോർഡ് എന്നുള്ള ഓപ്ഷന് പോയാൽ സെലക്ട് അതർ ബോർഡ്സ് ആൻഡ് പോർട്ട് എന്നുണ്ടാവും. അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പോർട്ട് കാണിച്ചിട്ടില്ല. കാരണം എന്താ, എന്തോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അവിടെ പോർട്ട് വന്നിട്ടില്ല. എന്താണ് മിസ്റ്റേക്ക് എന്ന് അറിയാൻ ഞാൻ ഈ USB നിർത്തി ഒന്നുകൂടി കുത്തിവെക്കി. അപ്പോൾ അവിടെ പോർട്ട് വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ട്രബിൾ ഷൂട്ട് ചെയ്യുക. ഓക്കെ, ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് ആ പോർട്ട് ഒന്ന് സെലക്ട് ചെയ്തു. ജസ്റ്റ് ഒന്ന് നെക്കി കൊടുത്താൽ ഇവിടെ ടിക്ക് വരും. അപ്പോൾ പോർട്ട് സെലക്ട് ആയെന്നാണ് അർത്ഥം. എന്നിട്ട് ഞാൻ ബോർഡ് സെർച്ച് ചെയ്യാണ്, UNO. അപ്പോൾ നമുക്കിവിടെ ആർഡിനോ UNO എന്ന് വന്നു, കണ്ടോ. ഇനി ആർഡിനോ മെഗ ആണെങ്കിൽ ആർഡിനോ മെഗ സെലക്ട് ചെയ്യണം. ആർഡിനോ മിനി ആണെങ്കിൽ UNO മിനി സെലക്ട് ചെയ്യണം. ഞാനാണെങ്കിൽ ഞാനോ സെലക്ട് ചെയ്യണം. സിമ്പിൾ. ഓക്കെ, നമുക്ക് ESP8266 പഠിക്കാണ്ടല്ലോ. അപ്പോൾ നമ്മൾ കാണിച്ചു തരും. ഓക്കെ, ഇത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ആർഡിനോ UNO COM 4 എന്ന് കാണാൻ പറ്റും. ഓക്കെ, കണക്റ്റഡ് ആയി എന്നാണ് പറയണത്. ഇനി ഞാൻ എൻ്റെ കോഡ് കറക്റ്റ് അല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ വെരിഫൈയിലൊന്ന് തൊട്ടെടുത്തു. അപ്പോൾ കമ്പൈലിംഗ് സ്കെച്ച് നമ്മുടെ അങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഡൺ കമ്പൈലിംഗ്. നമ്മുടെ കോഡ് അടിപൊളിയാണ്, വർക്കിംഗ് ആണ്. ഓക്കെ, ഇനി കോഡിൽ പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്ലോഡിങ്ങിലാണ്. ഓക്കെ, ഞാൻ അപ്ലോഡ് കൊടുത്തു.
അപ്ലോഡ് കൊടുത്താൽ അപ്ലോഡിങ് എന്ന് കാണിക്കും. ഡൺ അപ്ലോഡിങ്. ഓക്കെ, നമുക്ക് ഡൺ അപ്ലോഡിങ് എന്ന് കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് LED നോക്കാം. ഓക്കെ, LED ബ്ലിങ്ക് ആണ് കേട്ടോ നിങ്ങൾ. ഞാൻ പറഞ്ഞു 1 സെക്കൻഡാണ്, നിങ്ങൾ നോക്കി 1 സെക്കൻഡ് വെച്ചിട്ടാണ് LED ബ്ലിങ്ക്. അതേപോലെ ആർഡിനോയുടെ 13 എന്നുള്ള പിന്നുണ്ടോ, അതും ബ്ലിങ്ക് ചെയ്യാനുണ്ടോ? രണ്ടും 13ഉം ആ LEDയും ഒരൊറ്റ കണക്ഷനാണ്. ഓക്കെ, ബിൽറ്റ് ഇൻ LED എന്ന് പറയും. അപ്പോൾ ബ്ലിങ്കാണ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൊജക്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് പ്രൊജക്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ, ഇത് സിമ്പിളായിരുന്നില്ലേ? കോഡിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സിമ്പിളാണ്. ഇനി അടുത്ത പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു LED വെച്ചിട്ട് നമ്മൾ ഈ LED കത്തിക്കാൻ പോവാണ്. LED പ്ലസ് സോറി ബട്ടൺ വെച്ചിട്ട്, ഈ എന്തൊരു ഇതല്ലേ, ഒരു ബട്ടൺ വെച്ചിട്ട്, ഇതിലേക്ക് ബട്ടൺ എവിടെ? ഇതാ കിട്ടി. ഒരു ബട്ടൺ വെച്ചിട്ട് നമ്മൾ LED കത്തിക്കാൻ പോവാണ്. അതിന് വേറെ കോഡാണ് യൂസ് ചെയ്യുക. ഓക്കെ, വേറെ കോഡ് നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും പഠിപ്പിച്ചു തന്നില്ലേ, ഇനി അതാണ് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലേക്ക് പോവാം. ഞാൻ ആർഡിനോ ഡിസ്കണക്ട് ചെയ്തു. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ എന്തൊരു സാധനം കണക്ട് ചെയ്യുമ്പോഴും എപ്പോഴും ആർഡിനോ ഡിസ്കണക്ട് ചെയ്യാൻ നോക്കണം. ഇല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ആകെ പ്രശ്നമായി ആർഡിനോ കത്തിപ്പോക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഈ റെസിസ്റ്റർ ഇല്ലാതെ നിങ്ങൾക്ക് LED കൊടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ USB പോർട്ട് ഒന്നുകൂടി കണക്ട് ചെയ്തു, അത് കത്തിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഞാൻ ഈ റെസിസ്റ്റർ അയച്ചു കളഞ്ഞിട്ട് ഡയറക്റ്റ് കൊടുത്തു. അത് കണ്ടോ, നല്ല ഇൻറ്റൻസിറ്റിയിൽ കത്തണുണ്ടോ? ഇപ്പം എന്തോ ഭാഗ്യത്തിന് അടിച്ചു പോയിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓവർ വോൾട്ടേജ് കയറിയിട്ടാണ്. ഈ ആർഡിനോയുടെ 13ാമത്തെ പിന്നാണ്ടോ ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്യണുള്ളൂ. ഇതെടുത്ത് കഴിഞ്ഞാൽ നല്ല ബ്ലിങ്ക് ചെയ്യണുണ്ടോ? അത് ഈ ഓവർ വോൾട്ടേജ് കയറിയിട്ടാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ റെസിസ്റ്ററിൽ അത് ഇതിൽ കൊടുത്തിട്ടാണ്. LED നല്ല രീതിക്ക് ചൂടാവുന്നുണ്ട്. ഓക്കെ, ഇപ്പം മാക്സിമം എല്ലാ റെസിസ്റ്ററോട് കൂടി കൊടുക്കാൻ നോക്കുക. ഇനി ഒരു കാര്യം കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഈ ആർഡിനോ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി കൊടുത്തു. അത് കത്തിപ്പോയി. ഓക്കെ, അത് കത്തിപ്പോയി. ഞാൻ വലിച്ചിടാം. അയ്യോ, LED കത്തിപ്പോയി എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം നല്ല ഹീറ്റായി പെട്ടെന്ന്. ജസ്റ്റ് അതേപോലെ പഴയ പോലെ കണക്ട് ചെയ്തു. കത്തി പോവാതിരുന്നാൽ മതിയായിരുന്നു. കത്തിപ്പോയിട്ടില്ല. ഓക്കെ, ഹാപ്പി. ഇത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ആർഡിനോയിൽ ജസ്റ്റ് ചെറിയൊരു കറണ്ടാണ് പോകണുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ കത്തിപ്പോവാത്തത്. ഓക്കെ, പക്ഷേ കത്തിപ്പോവും. ഓക്കെ, ഇതിപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് കത്തിപ്പോകാതിരുന്നൊക്കെയാണ്. ഉറപ്പായിട്ടും കത്തിപ്പോവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബട്ടണിക്ക് പോവാം. ബട്ടൺ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ഞാനൊരു 2 ജമ്പർ വയർ എടുത്തു. ഓക്കെ, 2 മെയിൽ ടു മെയിൽ ജമ്പർ വയർ എടുത്തു. ഓക്കെ, മെയിൽ ടു മെയിൽ ജമ്പർ വയർ എടുത്തിട്ട് ഈ നമ്മുടെ ബട്ടൻ്റെ ഒരു ലെഗ്, അതാണ് ഫസ്റ്റ് ലെഗ്. ഓക്കെ, ഫസ്റ്റ് ലെഗിലേക്ക് ഞാൻ ആർഡിനോ രണ്ടാമത്തെ പിന്ന് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഗ്രൗണ്ടായി. ഇപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് കണക്ഷൻ കഴിഞ്ഞ് നമ്മൾ മെയിൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ലെഗ് എടുക്കുക, ഒരു ലെഗ് കൂടി കണക്ട് ചെയ്തു. ഓക്കെ, ബട്ടൻ്റെ ഒരു ലെഗ് കൂടി കണക്ട് ചെയ്തിട്ട് ഈ ആർഡിനോൻ്റെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സാധനത്തിലേക്ക് നമ്മുടെ റെസിസ്റ്റർ തിരിച്ച് കുത്താം. അതാവും നല്ലത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ വെള്ളം എടുത്തു വയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ LED ഇൻറ്റൻസിറ്റി കമ്മിയായതും ആർഡിനോയിൽ കൂടിയത് നമുക്ക് കാണാം. അതാണ് റെസിസ്റ്റർ വെക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കോഡിങ് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കോഡ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ബട്ടൺ ഡിക്ലെയർ ചെയ്ത് കൊടുത്തു. ഓക്കെ, കോൺസ്റ്റന്റ് ഇൻറ്റിജർ ബട്ടൺ പിൻ ഈക്വൽ ടു 2. കോൺസ്റ്റ് ഇൻറ്റ് ബട്ടൺ പിൻ ഈക്വൽ ടു 2. ബട്ടൻ്റെ പിന്നെ എവിടെ കൊടുക്കണം? 2ലേക്ക് കൊടുക്കണം. പിന്നെ കോൺസ്റ്റന്റ് LED പിൻ ഈക്വൽ ടു 13. നമ്മളിപ്പോൾ കറൻ്റ്ലി 13ാമത്തെ പിന്നിലാണ് ബട്ടൺ ഉള്ളത്, LED ഉള്ളത്. ഓക്കെ, അവിടെ നമ്മുടെ ബട്ടൺസ്, നമ്മുടെ പിന്നും കാര്യങ്ങളും ഡിക്ലെയർ ചെയ്ത് കൊടുത്തു. ഇനി ഇൻ്റെ ബട്ടൺ സ്റ്റേറ്റ് ഈക്വൽ ടു 0. എന്ത് ബട്ടന് അല്ലാത്തപ്പോൾ 0 ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി വോയിഡ് സെറ്റപ്പിൽ ഞാൻ കണക്ട് ചെയ്തെടുക്കുന്ന കോഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഇൻപുട്ടും LED ഔട്ട്പുട്ടാണ്. ഞാൻ പറഞ്ഞു LED ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ഇനി ബട്ടൺ ഒരു ഇൻപുട്ടാണ്. നമ്മൾ ബട്ടണിലാണ് പ്രസ് ചെയ്യണത്, അപ്പോഴാണ് ആർഡിനോ റീഡ് ചെയ്യണത്.
നമ്മൾ LED പോയിട്ട് അല്ല പ്രസ് ചെയ്യണത്. LED ഔട്ട്പുട്ടാണ്. LED നമുക്ക് കാണാൻ സാധിക്കും, പക്ഷെ LED ആയിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി പക്ഷേ ബട്ടണായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇൻപുട്ട്. ഓക്കെ, അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോയിഡ് ലൂപ്പിൽ ബട്ടൺ സ്റ്റേറ്റ് ഈക്വൽ ടു ഡിജിറ്റൽ റീഡ് ബട്ടൺ പിൻ. ഓക്കെ, ബട്ടൺ സ്റ്റേറ്റ് ഈക്വൽ ടു ഡിജിറ്റൽ റീഡ് ബട്ടൺ പിൻ. ബട്ടൺ പിന്ന് എപ്പോഴും ഇങ്ങനെ എന്താക്കിക്കൊണ്ടിരിക്കും, റീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇഫ് ബട്ടൺ സ്റ്റേറ്റ് ഈക്വൽ ടു ഹൈ, ബട്ടൺ സ്റ്റേറ്റ് എപ്പോഴെങ്കിലും ഹൈ ആയാൽ, എപ്പോഴെങ്കിലും ബട്ടൺ പ്രസ് ചെയ്താൽ LED പിൻ ഈക്വൽ ടു ഹൈ, LED ഓൺ ആവും. എൽസ് അല്ലെങ്കിൽ ഡിജിറ്റൽ റൈറ്റ് LED പിന്നിലോ അല്ലെങ്കിൽ LED ഓഫ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി കോഡൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ആദ്യം വെരിഫൈ ചെയ്തപ്പോൾ ഡൺ കമ്പൈലിംഗ് എന്ന് വന്നു. ഇനി അപ്ലോഡ് ചെയ്തു. ഓക്കെ, നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത പരിപാടിയൊക്കെ ബോർഡ് സെലക്ട് ചെയ്യണം, പോർട്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സാധനത്തേക്ക് പോവാം, നമ്മുടെ ഹാർഡ്വെയറിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഹാർഡ്വെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പിന്നും കാര്യങ്ങളൊക്കെ 13-ാം പിന്ന് LED കൊടുത്തു, അതേപോലെ ഇതെടുത്ത് ഗ്രൗണ്ട് കൊടുത്തു. പക്ഷെ ബട്ടൺ മാത്രം വർക്ക് ചെയ്യണില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, എന്താ റീസൺ എന്ന് നമുക്ക് നോക്കാം. ഞാൻ വേറൊരു ബട്ടൺ എടുത്തിട്ട് ഒരു മിനിറ്റ് എടുക്കാം. 10 മിനിറ്റ്. വേറൊരു ബട്ടൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കണക്ട് ചെയ്തു. എന്നിട്ട് ഗ്രൗണ്ട് എടുത്തിട്ട് പോയി പിന്നെ കൊടുത്തു. എന്നിട്ട് രണ്ടാമത്തെ പിന്നെടുത്തിട്ട് വേറെ ഇതിൽ കൊടുത്തു. ബട്ട് സ്റ്റിൽ വർക്കിംഗ് അല്ല. കാരണം എന്താ അറിയോ? കാരണക്കും വ്യക്തമാവില്ല. കാരണം എന്താണെന്ന് എനിക്കും വ്യക്തമാവണില്ല. കോഡൊക്കെ കറക്റ്റാണ്. 13-ാമത്തെ പിന്നാണ്. അത് റെഡിയാക്കിയിട്ട് വരാം. കംപ്ലൈൻറ്റ് എന്താണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ ഇതെന്ത് ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കോഡൊന്ന് എടുത്തു. ഓക്കെ, കോഡ് എടുത്തിട്ട് ഈ ബട്ടൺ പിന്നെ 2 എന്നുള്ളതല്ലേ, ഒന്ന് മാറ്റി കൊടുത്തു. നമുക്കൊരു 7-ാമത്തെ പിന്നാക്കി കൊടുക്കാം, 7. എന്നിട്ട് കമ്പൈൽ ചെയ്തു, അപ്ലോഡ് ചെയ്തു. ഓക്കെ, ഇത്ര പണിയുള്ളൂ. ഓക്കെ, നമ്മളിനി ഈ പിന്നെടുത്തിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത പോലെ 7-ലേക്ക് കണക്ട് ചെയ്തു. 7-ൽ കണക്ട് ചെയ്തിട്ട് ഇതേപോലെ നമ്മുടെ ബട്ടൺ കണക്ട് ചെയ്തു. സ്റ്റിൽ വർക്കിംഗ് അല്ല. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ അറിയില്ല. നമുക്ക് കോഡൊന്ന് മാറ്റി നോക്കാം. ഓക്കെ, ഞാൻ വേറൊരു കോഡ് ഇട്ട് നോക്കട്ടെ. ഇത് ആർഡിനോ ഐഡിയയിൽ തന്നെയുള്ള വേറൊരു എക്സാമ്പിളാണ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ കോഡാണ്. ഞാൻ അതൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ കറൻ്റിലുള്ള കോഡ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ LED ഓഫ് ആവാതെ നിൽക്കും, അല്ലെങ്കിൽ LED ഓഫായി നിൽക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതാവും നല്ലത്. അപ്പോൾ നമ്മുടെ ബട്ടൺ പിൻ എടുത്തു. ബട്ടൺ പിൻ നമ്മൾ 2 കണക്ട് ചെയ്തു. ഇതും റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് ആർഡിനോ ബോർഡ് മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ആർഡിനോ ബോർഡിൻ്റെ കംപ്ലൈൻ്റ് ആണോ എന്ന് തോന്നുന്നു. ഓക്കെ, ആർഡിനോ ബോർഡ് അല്ലെങ്കിൽ ജമ്പറിന് കംപ്ലൈൻ്റ് ആവും. അങ്ങനെ ഒടുവിൽ നമ്മൾ നമ്മുടെ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. കംപ്ലൈൻറ്റ് ബട്ടൻ്റെ ആയിരുന്നു. നമ്മുടെ ബട്ടൻ്റെ പ്രശ്നമായിരുന്നു. ഓക്കെ, ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു IR സെൻസർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ LED കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓഫായി. ഞാൻ ഈ IRൻ്റെ മുന്നിൽ ഒബ്സ്റ്റാക്കിൾ വെച്ചതും LED ഓണായി. ഒബ്സ്റ്റാക്കിൾ ഇതാക്കി ഓഫായി. ഞാൻ എന്തായാലും ആർഡിനോ ബോർഡും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രശ്നം നമ്മൾ കണ്ടുപിടിച്ചു. സ്വർഗ്ഗം കണ്ട ഫീൽ. ഓക്കെ, എൻ്റെ ഇടയിൽ കൂടെ നല്ല തുമ്മലും നല്ല ഇടങ്ങാറായി ഗൈസ്. അപ്പം ഇനി നമ്മുടെ ബട്ടൺ ഒന്നുകൂടി ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സെലക്ട് ചെയ്തു, ഒന്നുകൂടി അപ്ലോഡ് ചെയ്തു.
നേരത്തെ പറഞ്ഞു ബട്ടൺ യൂസ് ചെയ്തിട്ട് ആ സംഭവമാണിത്. ആ കോഡ് വർക്ക് ആവില്ല ഗൈസ്. കോഡ് എന്താ വർക്ക് ആവാത്തതെന്ന് എനിക്കറിയില്ല. കോഡിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ തൽക്കാലം ഇത് ചെയ്തു. നാളെ ഞാൻ നിങ്ങൾക്ക് ഈ IR കണക്ട് ചെയ്യണതും IRൻ്റെ കാര്യങ്ങളും അതുപോലെ ബട്ടണും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പം നാളെ എല്ലാവരും വരണം, എല്ലാവരും ക്ലാസ് കാണണം. അപ്പം ഇന്ന് നമുക്ക് ക്ലാസ് നിർത്താം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ ഈ സാധനമില്ലേ, ഈ IR സെൻസറിൽ ഗ്രൗണ്ട് VCC ഔട്ട്, ഈ ഔട്ട് പിന്നില്ലേ, ഔട്ട് പിന്നാണ് സിഗ്നൽ. അതേപോലെ ഗ്രൗണ്ട് നെഗറ്റീവ്, ഓക്കെ, VCC പോസിറ്റീവ്, ഓക്കെ. നമ്മൾ ഈ 3 പിന്നും ആർഡിനോക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്താലും ബ്രെഡ് ബോർഡ് കണക്ട് ചെയ്താലും സംഭവം വർക്ക് ചെയ്യും. ഓക്കെ, പക്ഷെ കൂടുതൽ പിന്നെ ഔട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർഡിനോന്ന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് ബോർഡിൽ തന്നെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ബൈ.